തുടർച്ചയായിട്ട് വിട്ടുമാറാത്ത അസഹ്യമായിട്ടുള്ള വായനാറ്റം അനുഭവിക്കുന്നവരില്ലേ? നിങ്ങൾക്ക് വായ തുറന്ന് സംസാരിക്കാൻ തന്നെ, അതായത് പൊതുസഭയിലൊന്ന് സംസാരിക്കാൻ തന്നെ മടിയായിരിക്കും ഇല്ലേ? ഈ സമയത്ത് നമ്മൾ കേരളത്തില് നാട്ടിൻപുറങ്ങളിലൊക്കെ പതിവുള്ള ഒരു വിദ്യയാണ്, അതായത് ഈ ഷഡ്ഡി എന്ന് വിളിക്കുന്ന ഈ സംഗതി ഉണ്ടല്ലോ, ഇത് വായിലിട്ട് ചവച്ചരച്ച് അതിങ്ങനെ മോണയ്ക്കിടയിൽ ഇങ്ങനെ സൂക്ഷിക്കുക, ഇടയ്ക്ക് ഒരു കടി കടിക്കുക, ആ നീരിങ്ങനെ നുണഞ്ഞ് ഇറക്കുക. ഓക്കെ, ഇത് വായനാറ്റം അകറ്റി നിർത്താനായിട്ട് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. നിങ്ങൾ പലരും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഷഡ്ഡി എന്നൊക്കെയാണ് ഇതിന്റെ പേര്. മലയാളത്തിലുള്ള പേരും ബൊട്ടാനിക്കൽ നെയിമും എല്ലാം വിശദമാക്കി തരാം. ഔഷധസസ്യം നിങ്ങൾ ഇവിടെ കണ്ടുല്ലോ, തമ്പനയിൽ കാണിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്കിത് കേരളത്തിൽ സുഗമമായിട്ട് സുലഭമായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ്. ഇനി വായനാറ്റം ഉണ്ടാവുന്നതിന് വേറെയും പല സംഗതികളുണ്ട് കേട്ടോ, പല സംഗതികളുണ്ട്. കാരണം അതായത് നമുക്ക് ഈ ദഹന തകരാറുകൾ, ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അഗ്നിമാന്ദ്യം, ദഹനമില്ലായ്മ, ഇനി നിങ്ങളുടെ ദഹനശക്തിക്കും അധികമായിട്ട് നിങ്ങൾ ഭക്ഷിക്കുക അമിത ഭോജനം, അതുപോലെ ദഹിക്കാൻ പ്രയാസമുള്ള സാധനങ്ങൾ, പൊറോട്ടയും ഫ്രൈഡ് റൈസും ഉഴുന്നുവടയും പഴംപൊരിയും ഇങ്ങനെ എണ്ണപ്പലഹാരങ്ങളും ഇത് മാത്രം കഴിക്കുക. അന്നാ ദഹനശക്തി ഇല്ല, കഴിച്ചത് ദഹിച്ചിട്ടില്ല, വീണ്ടും കഴിക്കുക. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഈ വായനാറ്റത്തിനുള്ള പ്രധാന കാരണം. നിങ്ങൾക്ക് അറിയോ? ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വായനാറ്റം കാണുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ദഹനശക്തിയേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ദഹനശക്തി നിങ്ങൾക്ക് ഇല്ല. ഇത് രണ്ടിലൊന്നാണ് കാരണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അമിത ഭോജനം കുറയ്ക്കുക, ഒഴിവാക്കുക. അത്യാവശ്യത്തിന് ജീവൻ നിലനിർത്താൻ, നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ട അനുയോജ്യമായ, നിങ്ങളുടെ ദേഹപ്രകൃതിക്കും ദോഷപ്രകൃതിക്കും അനുയോജ്യമായിട്ടുള്ള ഭക്ഷണരീതികൾ മാത്രം ശീലിക്കുക, എളുപ്പം ദഹിക്കുന്ന. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയാണ് ഈ വായനാറ്റമുള്ളവർ. ഈ വായനാറ്റത്തിനായിട്ട് വായ്ക്കകത്തുള്ള ചികിത്സകൾ സ്വീകരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. നിങ്ങളുടെ ആമാശയവും ദഹനേന്ദ്രിയ വ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ഈ വായനാറ്റം 90% സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദഹനം കൃത്യമായിട്ട് നടക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ചെയ്യാവുന്ന സംഗതികൾ എന്തൊക്കെയാ? കൃത്യമായ ഇടവേളകളിൽ മാത്രം ഭക്ഷണം കഴിക്കുക, എളുപ്പം ദഹിക്കുന്ന നന്നായി പാചകം ചെയ്ത ആഹാരം കഴിക്കുക, നിങ്ങളുടെ ആമാശയത്തിനും ദഹനശക്തിക്കും ശരീരപ്രകൃതിക്കും ആവശ്യമായ സംഗതികൾ ആവശ്യമായ അളവിൽ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ടി വി കാണലും മൊബൈൽ നോക്കലും സംസാരവും ഒന്നും അല്ലാതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവും ഗുണവും നിറവും മണവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് അതിന്റെ രുചി അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് ചവച്ചരച്ച് ഉമിനീരുമായി കലർത്തി ഭക്ഷണം ഇറക്കുന്നതിന് തയ്യാറാവുക, ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ നമ്മുടെ ആഹാരം ശരിക്കും ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുമ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന ആമാവസ്ഥ ഉണ്ടാവില്ലെന്നേ. അപ്പൊ തന്നെ നമുക്ക് ഈ വായനാറ്റം ഇല്ലാതെയാവും. മനസ്സിലായോ? അപ്പോ എന്നിട്ടും നിങ്ങൾക്ക് വായനാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്നിമാന്ദ്യം ഉണ്ട്. അപ്പൊ ഈ അഗ്നിശക്തി വർദ്ധിപ്പിക്കുന്നതിന്, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് ചെയ്യാവുന്ന പൊടിക്കൈകൾ നമ്മൾ മുൻപും പറയാറില്ലേ? അതായത് നമ്മൾ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി നീര്, ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ നീരെടുക്കുക, അതിലേക്ക് അല്പം തേനോ ശർക്കരയുടെ നീരോ അതല്ലെങ്കിൽ 1-2 എന്നുള്ള കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് ചാലിച്ചാൽ വിശേഷമായി. ഈ പറഞ്ഞതെല്ലാം കൂടെ ഒരുമിച്ചെടുക്കാൻ 1 ടീസ്പൂൺ ഇഞ്ചി നീരെടുക്കുക, 1 ടീസ്പൂൺ തേൻ എടുക്കുക, അല്പം ശർക്കര അതിൽ ചാലിച്ച് ചേർക്കുക, ഒരു 2 നുള്ളു കായത്തിന്റെ പൊടിയും കൂടെ ചാലിച്ച് ചേർക്കുക. ഇത് 3 നേരവും ഓരോ ടീസ്പൂണോ 1-2 ടീസ്പൂണോ ഇത് 3 നേരവും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹനശക്തി വർദ്ധിച്ചോളും. പക്ഷെ അപ്പോഴും നിങ്ങൾ കഴിക്കുന്ന അളവ് അമിതമാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് തയ്യാറാവണം. നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കണം. അതുപോലെ നമുക്ക് ഈ രസം, സംഭാരം, കാച്ചി, മോര് ഇത്തരം സംഗതികളൊക്കെ ദഹനശക്തി വർദ്ധിപ്പിക്കും. അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുന്ന പല സംഗതികളുണ്ടല്ലോ, അതായത് നമ്മൾ ചേർക്കുന്ന ഈ സ്പൈസസ് ഉണ്ടല്ലോ, ഏലക്കായ ആയാലും കറുവപ്പട്ടയായാലും കരയാമ്പൂവായാലും ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും ചുവന്നുള്ളി ആയാലും ഇതൊക്കെ നമ്മുടെ ദഹനം വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ്. കറിവേപ്പിലേക്ക് ചേർക്കുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന മണത്തിന് മാത്രമാണ്, രുചിക്കും മണത്തിനും മാത്രമല്ല, ഇത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തെ, ദഹനത്തെ ത്വരിതപ്പെടുത്തുന്നതിനും സഹായകരമാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ വക സംഗതികളൊക്കെ ചേർത്ത് നമുക്ക് രസം, സംഭാരം, എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ, ഈ ദഹനശക്തി കുറവുള്ള ഒരു വിശപ്പില്ലാതെ പിന്നെയും കഴിക്കുന്നവരൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ഫാസ്റ്റിംഗ് ആവാന്നേ. ഒരു നേരമൊക്കെ ഒന്ന് ഒരു മീലൊക്കെ സ്കിപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ കഴിച്ചത് ദഹിക്കാതെ കെട്ടിക്കിടക്കുന്നതൊക്കെ നന്നായിട്ട് ദഹിച്ച് പാകം വരുന്നതിന് സഹായകവും. ഓക്കെ, അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു ഫാസ്റ്റിംഗ്, ഉപവാസമൊക്കെ ആവാം. ആ സമയത്ത് നല്ല ചൂടുള്ള വെള്ളം മാത്രം കുടിക്കുക, ഫ്രൂട്ട് ജ്യൂസസ് മാത്രം കുടിക്കുക. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, നമുക്ക് അമ്ലരസമുള്ള ചെറുനാരങ്ങ നീരും അതുപോലെ ഓറഞ്ചും ഒക്കെ കഴിക്കാം. ഇതൊക്കെ അഗ്നിദീപനം ഉണ്ടാക്കുന്ന സംഗതികളാണ്. ഈ പൊറോട്ടയും ഫ്രൈഡ് റൈസും എണ്ണപ്പലഹാരങ്ങളും വറുത്തതും പൊരിച്ചതും ജങ്ക് ഫുഡും ഒരുപാട് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ദഹനശക്തി കുറവുള്ളവരും വായനാറ്റം അനുഭവിക്കുന്നവരും. ഇത് നിങ്ങൾക്ക് ദഹനം കുറവാണെന്ന് കാണിച്ചു തരുന്നതിന്റെ ഒരു ലക്ഷണം മാത്രമാണ് ഈ ദഹനമില്ലായ്മ, വായനാറ്റം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രയോഗിക്കാവുന്ന ഒരു പൊടിക്കൈയാണ് ഈ ഷഡ്ഡി എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന, കച്ചോലം എന്ന് മലയാളത്തിൽ വിളിക്കുന്ന സംഗതി. ഇത് സിഞ്ചിബ്രേസെ ഫാമിലിയാണ്, ഇഞ്ചിയുടെ കുടുംബത്തിൽപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ ദീപനശക്തി ഉണ്ടാവും. നമുക്ക് ഈ കച്ചോലത്തിന്റെ കിഴങ്ങൊരു കഷ്ണം വായിലിട്ട് ചവച്ചരച്ച നീരിറക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ദഹനത്തെ ഉത്തേജിപ്പിക്കുന്നതിനും അതുപോലെ ഈ വായനാറ്റം നിയന്ത്രിക്കുന്നതിനും സഹായകരമാവും. ഒപ്പം തന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഇഞ്ചിനീര് ഉള്ളിലേക്ക് കഴിക്കാം, ഈ പറഞ്ഞ ഭക്ഷണ രീതി ശീലിക്കാം, അല്പം വ്യായാമം, നടത്തമൊക്കെ ആവാം. ഡിന്നറൊക്കെ അമിതമായിട്ട് ഭക്ഷിച്ച് ഉടനെ കയറി കിടന്ന് ഉറങ്ങാതെ ലൈറ്റായിട്ട് ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ
മുൻപ് ചവച്ചരച്ച് ഭക്ഷിച്ചതിന് ശേഷം ഒരു 100 കാതം ഒന്ന് നടക്കുന്നത് ശീലാക്കുക. കോലായിലൊക്കെ ഇങ്ങനെ ഉലാത്തുക എന്നൊരു ഭാഷയില്ലേ, അതുപോലെ നമ്മുടെ ഇപ്പൊ വീടിനകത്ത് ഹാളിൽ കുറച്ചു നേരം അങ്ങോട്ട് നടന്നു ഒരു 10-15 മിനിറ്റ് പതുക്കെ ഉലാത്തുക. അപ്പൊ ന്യൂസൊക്കെ കേൾക്കുന്ന ശീലം ഉണ്ടെങ്കിൽ TV ഒക്കെ വെച്ച് ന്യൂസൊക്കെ കേട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ വയറ് നിറച്ച് മൂക്കുമുട്ട തിന്ന് കയറി കിടക്കാതെ വളരെ ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുൻപ് ഭക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെയും ഉച്ചയ്ക്കൊക്കെ കഴിച്ചതിന്റെ ഒരു പകുതി അളവ് മാത്രം കഴിച്ചാൽ മതി എന്ന് നിശ്ചയിക്കുക. നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക, എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ. അതുപോലെ പലരും ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നവരുണ്ട്. ഇനി അതല്ലെങ്കിൽ സൂപ്പ് നൂഡിൽസ് ഒക്കെ കഴിക്കുന്നവരുണ്ട്. വെജിറ്റബിൾ സൂപ്പ് മാത്രം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇത് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും എളുപ്പം ദഹിക്കുന്നതിനും അതുപോലെ അമിത ശരീരഭാരവും അമിതമായ കൊഴുപ്പ് കൊണ്ടുള്ള രോഗാവസ്ഥകൾ, ഉദാഹരണത്തിന് ഫാറ്റി ലിവറോ അമിത ശരീരഭാരോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് കുറയാനും സഹായിക്കും. നമുക്ക് രാത്രി കാലങ്ങൾ വാദത്തിന്റെ കാലമാണ്. അപ്പൊ അവിടെ ദഹനശക്തി പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ടാണ് രാത്രിയിൽ അത്താഴം നമ്മൾ നേരത്തെ കഴിക്കാനും അതുപോലെ ലഘുവായ ഭക്ഷണം മാത്രം കഴിക്കാനും നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാനും എളുപ്പം ദഹിക്കുന്ന ആഹാര സാധനങ്ങൾ മാത്രം കഴിക്കാനൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പൊ ദഹനശക്തി കുറവ് കൊണ്ട് തന്നെയാണ് സംശയിക്കേണ്ട ഒട്ടുമിക്ക കേസുകളിലും ഈ വായനാറ്റം ഉണ്ടാകുന്നത്. അവിടെ ഈ കച്ചോല നമ്മൾ ചവച്ചരച്ചിറക്കി കഴിഞ്ഞാൽ വായനാറ്റം ശമിക്കുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാവും. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു പ്രയോഗം കൂടെ ചെയ്യാം. നമ്മൾ ഒരു കഷ്ണം ഈ കച്ചോലത്തിന്റെ കിഴങ്ങ് ഒരു കഷ്ണം എടുത്തിട്ടേ ഒരു വെറ്റിലയില് പൊതിഞ്ഞിട്ട് അത് ചവച്ചരച്ച് ഇങ്ങനെ ഉമിനീരിറക്കുക. അപ്പൊ അത് നമുക്ക് വേറെയും ഗുണങ്ങളുണ്ട്. താമ്പൂല രസായനം ഒക്കെ കിട്ടില്ലേ, ആ താമ്പൂലമാണ് ഈ വെറ്റില. ഓക്കെ, അപ്പൊ ഈ വെറ്റിലയില് നമ്മൾ ഷഡ്ഡി എന്ന് വിളിക്കുന്ന കച്ചോലക്കിഴങ്ങ് പൊതിഞ്ഞ് ചവച്ചരച്ച് നീരിറക്കുകയാണെങ്കിൽ 3 പ്രയോജനങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ മാതിരി വായനാറ്റം ശമിക്കുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ തന്നെ ഈ കഫക്കെട്ട്, ശ്വാസവൈഷമ്യം, ആസ്മ, ചുമ ഇതൊക്കെ പൊതുവെ ഇപ്പൊ കൂടുതലാണ്. പണ്ടത്തെ അപേക്ഷിച്ച് ഈ കോവിഡ് വന്ന് മാറിയതിനു ശേഷം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു കഷ്ണം കച്ചോലക്കിഴങ്ങ് വെറ്റിലയിൽ പൊതിഞ്ഞ് ചവച്ചരച്ച് ഇങ്ങനെ വായിൽ ധരിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കടി ആ നീരങ്ങനെ ഇറക്കുക. ഇത് ശീലാക്കി കഴിഞ്ഞാൽ ഈ വായ്ക്ക് രുചി ഉണ്ടാകുന്നതിന് രുചി അറിയാകുക, വായ്ക്ക് കയ്പുണ്ടാകുക, വായ് നാറ്റം ഉണ്ടാകുക, ദഹനം ശരിയാവണ്ണം നടക്കാതിരിക്കുക, ചുമ, കഫക്കെട്ട്, ശ്വാസവൈഷമ്യം, ആസ്മയുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകരമാകും. ഇതുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് മാറുന്ന അവകാശപ്പെടില്ല. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ദേഹപ്രകൃതിക്ക്, ദോഷാവസ്ഥയ്ക്ക്, രോഗസ്ഥിതിക്ക് അനുയോജ്യമായ ഭക്ഷണങ്ങൾ ശീലിക്കണം. ഒപ്പം തന്നെ ഔഷധങ്ങളും ഉള്ളിലേക്ക് ശീലിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് വളരെ കാലമായിട്ട് നിങ്ങൾ രോഗാവസ്ഥകൾ, ഇപ്പറഞ്ഞ രോഗാവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഔഷധ സേവ ആവശ്യമായിട്ട് വരും. പക്ഷെ തുടക്കകാലത്തൊക്കെ അമിതമായിട്ട് ഗുരുതരമായിട്ട് ഇല്ല രോഗാവസ്ഥ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പൊടിക്കൈ കൊണ്ടൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായകമാവുന്നതാണ്. ഇനി ഈ ദഹന തകരാറ് കൊണ്ട് തന്നെ ദഹനശക്തി തീരെ ഉണ്ടാവില്ല. നിങ്ങളാണെങ്കിൽ തീറ്റ നിർത്തിയിട്ടില്ല, 3 നേരം പതിവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികളും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഈ ഐസ്ക്രീമും ചോക്ലേറ്റും കൂൾ ഡ്രിങ്ക്സും എണ്ണ പലഹാരങ്ങളൊക്കെ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ പൊറോട്ട, അതിന്റെ കൂടെ മസാല ദോശ, അതിന്റെ കൂടെ ഉഴുന്നുവട, അതിന്റെ കൂടെ ഒരു ഐസ്ക്രീം, ഇതിങ്ങനെ പതിവായിട്ട് തിന്നുകൊണ്ടിരിക്കുന്നു. ദഹനശക്തി അവിടെ ഇല്ല, ഒന്നും ദഹിക്കുന്നില്ല, ചിലപ്പോൾ ശോധന ഉണ്ടാവണില്ല. ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറ്റാന്നറിയോ? ഓക്കാനവും ഛർദിയും തുടങ്ങും ഇല്ലേ? അതായത് നമുക്ക് കീഴ്ക്കൂടെ പോകാൻ പറ്റാതെ വരുമ്പോൾ മോളിക്കൂടെ പ്രവഹിക്കും. നമുക്ക് വയറ്റിലുണ്ടാകുന്ന ഈ കെട്ടിക്കിടക്കുന്ന ആമാവസ്ഥയോട് കൂടിയിട്ടുള്ള വിഷസമാനമായ ദുഷിച്ച ഈ ആഹാര പദാർത്ഥങ്ങൾ വെളിയിലേക്ക് പോകണ്ടേ? അപ്പൊ അതിന് മലദ്വാരം വഴി പോകാൻ നിവൃത്തിയില്ലാതെ വരിക. എന്താ വെച്ചാൽ ഇത് വളരെയധികം കുമിഞ്ഞ് കെട്ടിക്കിടക്കുകയാണേ. അപ്പൊ അത് ഛർദിച്ചു പോവും. ഇനി അത് ഛർദിച്ചും പോയില്ലെങ്കിൽ വേറെ തകരാറുണ്ട്, സ്കിൻ ഡിസീസ് ആയിട്ട്. അന്നം പൂർണ്ണമായിട്ട് ദഹിക്കാതെ പാതി ദഹിച്ച രീതിയിൽ അന്നരസം രൂപപ്പെട്ട്, അതുപോലെ പാതി ദഹിച്ച രൂപത്തിൽ രസധാതുവും പാതി ദഹിച്ച രൂപത്തിൽ രക്തധാതു ഉണ്ടാവുന്നു. അപ്പോഴത്തേനും അത് ദൂഷിക്കുന്നു. അങ്ങനെ സ്കിൻ ഡിസീസ് ഉണ്ടാവുന്നു. അത് ത്വക്കിലൂടെ പലതരം കുരുക്കളും ചൊറികളും വ്രണങ്ങളും ഒക്കെ ആയിട്ട് എക്സിമാന്നും പല രീതിയിലുള്ള പേരുകൾ നിങ്ങൾ വിളിക്കുന്ന പലതരത്തിലുള്ള ചർമ്മരോഗങ്ങളായിട്ട് ഭവിക്കുന്നു. ഇനി അതല്ലെങ്കിൽ കഫക്കെട്ടും ആസ്മയും ചുമയായിട്ട് വരുന്നു. ഇനി അതല്ലെങ്കിൽ ദഹന തകരാറുകള്, ലൂസ് മോഷൻ, ഓക്കാനം, ഛർദി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നു. അവിടെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ അപ്ലിക്കബിൾ ആട്ടോ. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ കൂടെ ഛർദി വന്നു തുടങ്ങിയാൽ ഈ കച്ചോലക്കിഴങ്ങ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചോലക്കിഴങ്ങ് ഉണങ്ങിയത് പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് അല്പം തേനും കൂടെ ചേർത്ത് ചാലിച്ചിട്ട് 1 ടീസ്പൂൺ വരെ എടുത്തോ, മാക്സിമം അളവ്. ഇത് തേനിൽ ചാലിച്ചതിന് ശേഷം 1 ടീസ്പൂൺ. ഇത് 3 നേരവും പതിവായിട്ട് ഭക്ഷണത്തിന് മുൻപ് കഴിച്ചാൽ ഈ ദഹന തകരാറ് കൊണ്ട്, ദഹനക്കേട് കൊണ്ടുണ്ടാകുന്ന ഛർദി ശമിക്കുന്നതിന്, നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരമാകുന്നു. അവിടെയും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ മാത്രം, ഈ ഭാഗം മാത്രം കേട്ടാൽ ശരിയാവില്ല. ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളും കൂടെ കേട്ട് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതി പറയണത്. അഗ്നിമാന്ദ്യം, ദഹനമില്ലായ്മ എന്ന് പറയുമ്പോൾ കഫത്തിന്റെ പ്രശ്നമാണ്. കഫം വർദ്ധിക്കുകയാണ്, അമാവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ കഫസ്ഥാനാണല്ലോ നമ്മുടെ ചെസ്റ്റും ശിരസും, ഉരസും ശിരസും ഒക്കെ. ഓക്കെ, അപ്പൊ ഈ സ്ഥാനത്ത് കഫം വർദ്ധിച്ചുണ്ടാവുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. അതായത് നേരത്തെ പറഞ്ഞ പോലെ ചുമയും കഫക്കെട്ടും ആസ്മയും പ്രശ്നങ്ങളുണ്ടാവാം, ഓക്കാനം, ഛർദി ഉണ്ടാവാം, കഫത്തോടു കൂടിയുള്ള ഛർദി ഉണ്ടാവാം. രാവിലെയൊക്കെ ബ്രഷ് ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ ഞോള പോലെ കഫം വരിക. ഓക്കെ, കഫം അധികരിച്ചിട്ടാണ്, അമാവസ്ഥ കൊണ്ടാണ്, ദഹനം നടക്കാത്തതുകൊണ്ടാണ്, അഗ്നിമാന്ദ്യം ഉള്ളത് കൊണ്ടാണ്. അവിടെ നമുക്ക് പ്രയോഗിക്കാവുന്ന ഔഷധങ്ങളാണ്. നമ്മൾ ഭക്ഷണത്തിലൂടെയായാലും ഔഷധങ്ങളിലൂടെയും ചേർക്കുന്ന സംഗതികളാണ് ഈ കടുകും കറിവേപ്പിലയും ഇഞ്ചിയും ചുക്കും കുരുമുളകും വേപ്പിലയും കറുവപ്പട്ടയും കരയാമ്പൂവും ഒക്കെ അഗ്നിദീപ്തികരങ്ങളായിട്ടുള്ള സംഗതിയാണ്. ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിലൂടെ
ഭക്ഷണത്തിലൂടെയും ഔഷധങ്ങളിലൂടെയും ചേർത്ത് വരുന്നുണ്ട്, കഴിച്ചു വരുന്നുണ്ട്. നമ്മളിപ്പോൾ അവിയാരിഷ്ടം, അമൃതാരിഷ്ടം, പിപ്പല്യാസവം, ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, ഇങ്ങനെ പലതരം അരിഷ്ടങ്ങൾ, ചുക്കും തിപ്പില്ലാതി ഗുളിക, ആന്ത്രകൂടാരം ഗുളിക, വായു ഗുളിക, ധന്വന്തരം ഗുളിക, വില്വാദി ഗുളിക, ഇതൊക്കെ അവസ്ഥാനുസരണം ഉപയോഗിച്ച് വരാറുണ്ട്. അത് നിങ്ങളുടെ രോഗാവസ്ഥ ഒരു ഡോക്ടറോട് പറയുമ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണ്ട മരുന്നുകൾ ഒരു ആയുർവേദ ഡോക്ടർ നിശ്ചയിച്ചോളും. ഇപ്പൊ നമുക്ക് ഈ പൊടിക്കൈകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ജീവിത രീതിയിൽ വരുത്താവുന്ന വ്യത്യാസങ്ങളും ഇതൊക്കെയാണ്. ഈ ഭക്ഷണ രീതിയിൽ ഇത് മാറ്റം വരുത്തുക. അതുപോലെ തന്നെ നമുക്ക് ഈ ശിരസിനെ ആശ്രയിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ കഫം വർദ്ധിച്ച് ദഹനക്കേട്, അതായത് ഈ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ ഈ വിശപ്പില്ലാത്തപ്പോൾ വീണ്ടും വീണ്ടും കഴിച്ച് ഈ ദഹന തകരാറും ഛർദി മോക്കാനും ഒക്കെ കൂടെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന മറ്റൊരു കോംപ്ലിമെന്റ് ആണ്, അതായത് ഈ തുമ്മല്, ജലദോഷം, കഫക്കെട്ട്, ഇത്തരം പ്രശ്നങ്ങൾ. അവർക്ക് നമ്മൾ കേരളത്തിലെ അമ്മൂമ്മമാരൊക്കെ പണ്ട് കാലങ്ങളിൽ ചെയ്യാറുണ്ട്, ഈ കച്ചോലത്തിന്റെ ഇല ചതച്ച് അല്ലെങ്കിൽ കീറിയിട്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്തിട്ട് കച്ചോലക്കിഴങ്ങ് അരച്ച് ചേർത്തിട്ടേ വെളിച്ചെണ്ണ കാച്ചി അരിച്ചെടുത്തിട്ട് അത് തേപ്പിച്ച് കുളിപ്പിക്കും കുട്ടികളൊക്കെ. അപ്പൊ ഈ ശിരസിനെ ആശ്രയിച്ചുണ്ടാവുന്ന കഫക്കെട്ട്, മൂക്കടപ്പും, തുമ്മലും ജലദോഷമൊക്കെ ശമിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ നല്ലെണ്ണ കച്ചോലക്കിഴങ്ങ് ചേർത്ത് കാച്ചി അരിച്ചെടുത്തിട്ട് അത് നസ്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഈ ശിരസിനെ ആശ്രയിച്ച് കുട്ടികൾക്കൊക്കെ ഈ തുമ്മലും ജലദോഷം, കഫക്കെട്ട്, സൈനുസൈറ്റിസ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പണ്ട് നാട്ടുനടപ്പുള്ള സംഗതികളൊക്കെ ഇവിടെ പറഞ്ഞു. ഇതിപ്പോ അത്ര പ്രായോഗികമല്ല, കാരണം ഇതൊക്കെ തയ്യാറാക്കുന്നതിന് നിങ്ങൾക്ക് പരിചയമില്ല, ഇത്തരം ഔഷധ സസ്യങ്ങൾ സുലഭമായിട്ട് ലഭിക്കില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ ആയുർവേദ ഡോക്ടേഴ്സും ആയുർവേദ ഔഷധ കമ്പനികളും ഔഷധങ്ങളും സുലഭമായിട്ട് ലഭ്യമാണ്. സ്ഥാപനങ്ങളെ പറ്റി പറയും, അവര് ഏതേത് ഭാഗത്താണോ ഈ ഔഷധങ്ങൾ ലഭ്യമാണ്, ലോകത്തിന്റെ ഏത് ഭാഗത്താണ് ലഭ്യമാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് തയ്യാറാക്കി നിങ്ങൾക്ക് തരണേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം പൊടിക്കൈകളൊന്നും പ്രയോഗിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടതായ ഔഷധങ്ങളും കൂടെ ശീലിക്കാനായിട്ട് മറക്കരുത്. എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കാനാണ് ഏത് രോഗാവസ്ഥയായാലും ഉചിതം. നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഡോക്ടറെ കാണാം. നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷനോ ഡയറക്റ്റ് കൺസൾട്ടേഷനോ ആവശ്യമാണെങ്കിൽ താഴെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. ഈ കച്ചോല ഈ ഒരു ഇടവേളയായിട്ട് കേരളത്തില് ഉടനീളം ഒരു ഈർപ്പവും തണവും തണലും വളക്കൂറുള്ള മണ്ണുള്ളിടത്തൊക്കെ കൃഷി ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഇഞ്ചിയുടെ അതേ ഫാമിലിയാണ്, ഇഞ്ചി കൃഷി പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീടുകളിൽ നാട്ടിൻപുറത്തൊക്കെ കൃഷി ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് വിപണന സാധ്യതയുണ്ട്, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഈ കച്ചോലത്തിന് സംസ്കൃതത്തിൽ ഷഡി എന്നാണ് പേര്. ബൊട്ടാനിക്കൽ നെയിം കാംപിഫേറിയ ഗാലങ്ക എന്നാണ്. സിഞ്ചിബറേസ് ഫാമിലിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ കടുതിക്ത രസത്തോട് കൂടിയതാണ്, കടു വിഭാഗമാണ്, ലഘു ഗുണമാണ്, ഉഷ്ണവീര്യമാണ്. അതുകൊണ്ടാണ് ഇത് കഫം വർദ്ധിച്ചുണ്ടാകുന്ന അഗ്നിമാന്ദ്യം കൊണ്ടും ദഹന തകരാറുള്ള രോഗാവസ്ഥകളിലൊക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം കടുരസം, കടുവിഭാഗം, ഉഷ്ണവീര്യമാണ്, ലഘു ഗുണമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അഗ്നിയെ ദീപിപ്പിക്കുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ആമാവസ്ഥ ഇല്ലാതാക്കുന്നതിനും കഫദോഷത്തെ ശമിപ്പിക്കുന്നതിനും ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥകളും കഫക്കെട്ടിനെ കുറയ്ക്കുന്നതിനും അതുപോലെ ദഹനേന്ദ്രിയ വ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്നതിനും സഹായകരമാവുന്നുണ്ട്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ ഉപയോഗമായിട്ടുള്ള ഭാഗം ഏതാന്ന് ചോദിച്ചാൽ കിഴങ്ങാണ്. നമ്മൾ ഇഞ്ചി പോലെ തന്നെ, പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ കാച്ചരിച്ച് തേക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇതിന്റെ ഇലയും എടുക്കാറുണ്ട് എന്ന് മാത്രം. ദോഷകർമ്മം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, വാദദോഷത്തെയും കഫദോഷത്തെയും ശമിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ശ്വാസകോശ സംബന്ധമായ കഫസംബന്ധമായ കഫസ്ഥാനത്തും ഉരസ്ഥാനത്തും ശിരസിലൊക്കെ ഉണ്ടാവുന്ന രോഗാവസ്ഥകൾക്ക് ശമനം കിട്ടുന്നതിന് സഹായകരമാവുന്നത്. അതുപോലെ തന്നെ ദഹനേന്ദ്രിയ വ്യൂഹവുമായിട്ട് കഫം വർദ്ധിച്ചുണ്ടാവുന്ന അഗ്നിമാന്ദ്യം, ഇത്തരം പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് ഇതിന്റെ ആധുനിക പഠനങ്ങൾ അനുസരിച്ച് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗുണം, അതായത് ഫുഫുസം എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന ലങ്സിന്റെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതിന് സഹായകരമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആസ്മ പോലുള്ള രോഗാവസ്ഥയിൽ ഇതിന്നുള്ള എക്സ്ട്രാക്ട് വേർതിരിച്ചെടുത്ത് ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അത് ഫലപ്രദമാകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.